ഇന്നത്തെ മത്സരങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്ക് ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിലുള്ള ക്രിക്കറ്റ് ചരിത്രമൊന്ന് പരിശോധിച്ച് വരാം. ആകെ നടന്ന 151 ഏകദിന മത്സരങ്ങളിൽ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഓസ്ട്രേലിയക്ക് തന്നെയാണ് മുൻതൂക്കം. 84 മത്സരങ്ങൾ ഓസ്ട്രേലിയ വിജയിച്ചപ്പോൾ ഇന്ത്യക്ക് 57 മത്സരങ്ങൾ മാത്രമേ വിജയിക്കാൻ സാധിച്ചുള്ളൂ. 10 മത്സരങ്ങൾ ഫലമില്ലാതെ അവസാനിക്കുകയും ചെയ്തു. എന്നിരുന്നാലും ഇന്നത്തെ സാഹചര്യമല്ല ചരിത്രത്തിൽ ടീം ഇന്ത്യയുടേത് എന്ന് ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന, ക്രിക്കറ്റിനെ അറിയുന്ന എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പഴയ കണക്കുകളൊന്നും നോക്കാതെ ഇപ്പോഴത്തെ കളിക്കാരുടെ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ടീം ഇന്ത്യക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ വേണ്ടി സാധിക്കും. ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഓസ്ട്രേലിയക്കെതിരെ ഒരു വലിയ കണക്ക് തന്നെ തീർക്കാനുണ്ട്. 2023 നവംബർ മാസം 19-ാം തീയതി നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ലോകകപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തി നമ്മുടെ നാട്ടിൽ നിന്നും വേൾഡ് കപ്പുമായി കടന്നു കളഞ്ഞ ഓസ്ട്രേലിയയെ ഒരവസരം കിട്ടിയാൽ കടം വീട്ടാൻ കാത്തു നിൽക്കുന്ന രോഹിത്തിനും സംഘത്തിനും കിട്ടിയ അവസരമാണ്. ഏറ്റവും കൂടുതൽ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരുള്ള ദുബായ് സ്റ്റേഡിയത്തിൽ വെച്ച് ഇന്നത്തെ ദിനം അതിനുള്ള അവസരമായി കണ്ടുകൊണ്ട് രോഹിത്തും സംഘവും പഴയ ചരിത്രങ്ങളൊന്നും നോക്കാതെ 2023 വേൾഡ് കപ്പിൻ്റെ കടം ഇന്ന് വീട്ടും നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 2023 വേൾഡ് കപ്പിൽ ഇന്ത്യയിൽ വെച്ച് നടന്ന മത്സരത്തിൽ ഇന്ത്യയെ 6 വിക്കറ്റിനായിരുന്നു ഓസ്ട്രേലിയ പരാജയപ്പെടുത്തിയത്. വേൾഡ് കപ്പും കൊണ്ട് ഓസ്ട്രേലിയയിലോട്ട് പോയപ്പോൾ ഇന്ത്യയിലെ ക്രിക്കറ്റ് ആരാധകരെ മുഴുവൻ നിരാശയിലാഴ്ത്തിയ പ്രകടനമായി ടീം ഇന്ത്യക്ക് തലകുനിച്ച് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനുള്ള ഒരു മധുര പ്രതികാരം വീട്ടാനുള്ള അവസരമായിരിക്കാം ഈ ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് ലഭിച്ചത് എന്ന് നാം ക്രിക്കറ്റ് ആരാധകർ പ്രതീക്ഷിക്കുന്നു. അത് ഇന്നത്തെ മത്സരത്തിൽ രോഹിത്തും സംഘവും അതിൻ്റെ കടം വീട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ലോകകപ്പിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തി എന്നതും ഏകദിന ചരിത്രം എടുത്തു നോക്കിയാൽ ഇന്ത്യയേക്കാൾ മുൻതൂക്കം ഓസ്ട്രേലിയക്ക് ഉണ്ട് എന്നതും ശരി നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ചാമ്പ്യൻസ് ട്രോഫിയുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ നേരിയ മുൻതൂക്കമെങ്കിലും ടീം ഇന്ത്യക്ക് ലഭിക്കും. അത് ഈ 2025 ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിലാണെങ്കിലും ചാമ്പ്യൻസ് ട്രോഫിയുടെ മുൻകാല ചരിത്രം എടുത്ത് നോക്കിയാലും ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിയിൽ 4 മത്സരം കളിച്ചപ്പോൾ 2 മത്സരം ഇന്ത്യക്ക് വിജയിക്കാൻ സാധിച്ചു. 1 മത്സരം മാത്രമാണ് ഓസ്ട്രേലിയ ഇന്ത്യക്കെതിരെ ചാമ്പ്യൻസ് ട്രോഫിയിൽ വിജയിച്ചിട്ടുള്ളത്. 1 മത്സരം റിസൾട്ട് ഇല്ലാതെ പോവുകയും ചെയ്തു. 1998-ലും 2000-ലും ഇന്ത്യ ഓസ്ട്രേലിയ പോരാട്ടം ചാമ്പ്യൻസ് ട്രോഫിയിൽ നടന്നപ്പോൾ യഥാക്രമം 44 റൺസിനും 20 റൺസിനും ടീം ഇന്ത്യ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത്. 2006-ൽ നടന്ന മത്സരത്തിൽ ഓസ്ട്രേലിയക്കായിരുന്നു ആ മത്സരത്തിൽ വിജയം. ഓസ്ട്രേലിയ 6 വിക്കറ്റിന് ടീം ഇന്ത്യയെ പരാജയപ്പെടുത്തി. അവസാനം ഇന്ത്യ ഓസ്ട്രേലിയ പോരാട്ടം ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ വന്നത് 2009-ലാണ്. ആ മത്സരം ഫലമില്ലാതെയും അവസാനിച്ചു. എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ പറഞ്ഞാലും ഇന്നത്തെ ക്രിക്കറ്റ് സാഹചര്യത്തിൽ ഓസ്ട്രേലിയയേക്കാൾ ഒരു പടി മുകളിൽ തന്നെയാണ് ടീം ഇന്ത്യയുടെ കളിക്കാരും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ആയതിനാൽ ഇന്നത്തെ മത്സരത്തിൽ നേരിയ മുൻതൂക്കമെങ്കിലും ടീം ഇന്ത്യക്കുണ്ട്. അതുകൂടാതെ ക്രിക്കറ്റ് ആരാധകർ തിങ്ങിപ്പാർക്കുന്ന ദുബായ് എന്ന നഗരം, ആ നഗരത്തിലെ കാണികളും ടീം ഇന്ത്യക്ക് അനുകൂലം തന്നെയാണ്. ടീം ലൈനപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ ടീം മിക്കവാറും കഴിഞ്ഞ മത്സരത്തിലെ അതേ ലൈനപ്പുമായി തന്നെയായിരിക്കാം ഇന്നത്തെ മത്സരത്തിലും ഇറങ്ങാൻ സാധ്യത. 4 സ്പിന്നർമാരും പേസ് ബോളർ മുഹമ്മദ് ഷമിയും ഒപ്പം സപ്പോർട്ടിംഗ് ബോളറായി ഹാർദിക് പാണ്ഡ്യയും അടങ്ങുന്ന ബോളിംഗ് ലൈനപ്പായിരിക്കും ടീം ഇന്ത്യ ഇന്നും പരീക്ഷിക്കാൻ സാധ്യത. കാരണം ദുബായിലെ പിച്ച് സ്പിൻ ബോളിങ്ങിനെ തുണയ്ക്കുന്നതിനാൽ ഇന്ത്യയുടെ വരുൺ ചക്രവർത്തിക്കും കുൽദീപ് യാദവിനും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും എന്ന് തന്നെ ക്രിക്കറ്റ് ആരാധകർ പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ മത്സരത്തിൻ്റെ ഫലം പോലിരിക്കും മാർച്ച് 9 ICC ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ ഏത് രാജ്യത്ത് വെച്ച് നടക്കും എന്നത്. നാം ഇന്ത്യയിലെ ക്രിക്കറ്റ് ആരാധകർ പ്രതീക്ഷിക്കും പോലെ ദുബായിൽ വെച്ച് തന്നെ മാർച്ച് 9 ICC ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ നടക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇന്നത്തെ നിർണായകമായ മത്സരത്തിൽ ഓസ്ട്രേലിയക്കെതിരെ ശക്തമായ പ്രകടനം കാഴ്ചവെക്കാൻ ടീം ഇന്ത്യക്ക് സാധിക്കട്ടെ. അതുപോലെ നാളെ നടക്കുന്ന സെമി ഫൈനൽ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക ന്യൂസിലാൻഡിനെയാണ് നേരിടാൻ ഇറങ്ങുന്നത്. 2 മത്സരങ്ങളിലെയും
കൂടുതൽ വിശകലനവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ വിടവാങ്ങുന്നു. എല്ലാവർക്കും ശുഭദിനം.